163 തവണ സ്വന്തം മുലപ്പാൽ ദാനം ചെയ്ത് മാതൃകയായിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ രശ്മി വിജേഷ്. ഒരുപാട് കുരുന്നുകൾക്ക് കരുതലാവുകയാണ് രശ്മിയുടെ അമ്മ മനസ്സ്. എന്ന ചിന്ത ഞാൻ കണ്ട കുറേ കാഴ്ചകളുള്ള ഒരു പിടി പാലിന് വേണ്ടി കഴിയുന്ന കുറേ അമ്മമാർ. പിന്നെ ഞാൻ പാല് കൊടുക്കാൻ പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ അത് കാത്തു നിൽക്കുക എൻ്റെ പാലിന് വേണ്ടി. ആദ്യം ഒരു പ്രാവശ്യം കൊടുത്തു ഞാൻ, പിന്നെ പിറ്റേന്ന് രണ്ട് തവണയാക്കി, പിന്നെ അത് 3 തവണ, ഒരു പ്രാവശ്യം 7 തവണയിലധികം കൊടുത്ത ദിവസങ്ങളൊക്കെ. ഭർത്താവ് ബിജേഷിന്റെ പിന്തുണ കൂടിയാണ് രശ്മിക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകിയത്. പ്രസവം കഴിഞ്ഞ് ഒരു കുട്ടീനെ സംബന്ധിച്ച് ആദ്യം കിട്ടേണ്ടത് തന്നെ ഒരു മുലപ്പാലാണ്. കാരണം കുട്ടീൻ്റെ ഒരു ഹെൽത്തിക്കൊക്കെ വേണ്ട ഒരു സാധനമാണ് ഈ മുലപ്പാൽ. അപ്പോൾ അത് കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് അമ്മമാരുണ്ട്. ആ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനം. ഇതിനൊക്കെ ഞങ്ങളെ ഈ പ്രാപ്തരാക്കിയത്, എന്നെയൊക്കെ ഇതിന് പ്രേരിപ്പിച്ചതെന്നാൽ ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. കാരണം നമ്മൾ ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഇത്തരം കാരുണ്യ പ്രവർത്തനത്തിലേക്ക് എല്ലാവരും ഇറങ്ങണമെന്നാണ്. 2021 സെപ്റ്റംബറിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് ആരംഭിക്കുന്നത്. ജനന സമയത്ത് അമ്മമാർ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ മുതൽ മുലപ്പാൽ നുണയാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ വരെ ചേർത്തു വെക്കുന്ന ഒരിടം. അവിടം സ്വർഗമാക്കുന്നത് രശ്മിയെപ്പോലുള്ളവരുടെ അമ്മ മനസ്സ് കൂടിയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.